അപ്പോൾ എബോ 100 ആയി. 9 സെക്കൻഡ് എടുത്തോളൊന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ നമ്മൾ പഴയ പഞ്ചുമായിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെതർ റേറ്റ് ആണെങ്കിലും പക്ഷേ ഒരു സോഫ്റ്റ് ഫാബ്രിക് പോലൊരു ഫീൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റമാണ്. സിറ്റി ട്രാഫിക്കിനൊക്കെ ഏറ്റവും നല്ലൊരു വണ്ടിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതാണ് പുതിയ പഞ്ചീവി. ഹായ്, നമ്മൾ വന്നിരിക്കുന്നത് ടാറ്റ പഞ്ചീവി ആയിട്ടാണ്. പഞ്ചീവി ആയിട്ട് ഇപ്പോൾ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചീവിയുടെ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ അടുത്തൊരു പ്രത്യേകതയുണ്ട്. പ്രൈസിനകത്ത് കാര്യമായ ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ പഞ്ചീവി നമുക്ക് 25 കിലോ വാട്ടിലും അതുപോലെ 35 കിലോ വാട്ട് 2 ബാറ്ററി പാക്കേജിലാണ് വന്നത്. ഇപ്പോഴും 2 ബാറ്ററി പാക്കേജിലാണ് വരുന്നത്. പക്ഷേ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോ വാട്ട് വെച്ച് കൂടി ഇപ്പോൾ 30ഉം 40ഉം ഇങ്ങനെ 2 കിലോ വാട്ട് ബാറ്ററിയിലേക്ക് വന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അപ്പോൾ അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വണ്ടി എവിടെ വെച്ച് ദൂരെ യാത്രയിൽ പോകാം. അതാണ് ഏറ്റവും നല്ല കാര്യം. IRA സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് പറയുന്നത് 468 കിലോമീറ്റർ ആണ്. പക്ഷേ ടാറ്റയുടെ ഒരു കൺസിഡറേഷനിൽ അവർ ഓടിച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ റേഞ്ച് എന്നുള്ള രീതിയിൽ പറയുന്നത് 355 കിലോമീറ്റർ ആണ്. നമ്മൾ ഓടിച്ചാലും ഏകദേശം അതൊക്കെ കിട്ടും. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം EV എന്ന് പറയുമ്പോൾ ഞാൻ ടിയാഗോ EV ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം എനിക്ക് പറയുന്ന റേഞ്ച് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. കുറച്ചാൾ ഓടിച്ചതിന് ശേഷമാണ് ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ഓടിച്ചെത്താൻ സാധിച്ചത്. കാരണം അത് ഓടിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്, രീതിയുണ്ട്. ആ രീതിയിൽ ഓടിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് റേഞ്ചും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് ഓടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് വണ്ടി എന്താണ്, വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ റേഞ്ചൊക്കെ വരും. പ്രൈസിങ് വരുമ്പോൾ ബാസ് സിസ്റ്റം ഉണ്ട്, ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതി എന്ന് വെച്ചാൽ ബാറ്ററി നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് സെപ്പറേറ്റ് പേയ്മെന്റ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോഴത്തേക്ക് 6,49,000 എന്നൊരു പ്രൈസിംഗിൽ വണ്ടി നമുക്ക് എടുക്കാം. പ്രാക്ടിക്കലി അങ്ങനെ ആരും എടുത്ത് കാണാറില്ല. ഇനി നമ്മൾ 30 കിലോ വാട്ട് ബാറ്ററി പാക്കേജിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 9,69,000 എന്നൊരു പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഇനി നമ്മൾ 40 കിലോ വാട്ടിലേക്ക് വരികയാണെങ്കിൽ 10,89,000 എന്നൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിംഗ് കിട്ടും. ഇപ്പോൾ ടോപ്പ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് ചെറിയൊരു 12.5 ലക്ഷമൊക്കെയാണ് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. പക്ഷേ നമ്മൾ പഴയ പഞ്ചുമായിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6-1 കോംബോ പാക്കേജ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള മോട്ടറുണ്ട്, അതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഒരു പാക്കേജായിട്ട് മാറ്റി. പണ്ട് പല സ്ഥലത്തിരുന്ന പാക്കേജിലാണ് ഒരു കോംബോ ഉണ്ടാക്കി മാറ്റിയപ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് കുറച്ച് കുറഞ്ഞു. വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റിൽ കുറച്ച് കുറവ് വന്നു. അപ്പം നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസിലേക്ക് വണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ വീട്ടിൽ നമുക്കൊരു സെക്കൻഡറി വാഹനമായിട്ട് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇപ്പോഴത്തെ പുതിയ പഞ്ചീവി. പ്ലാറ്റ്ഫോം EV തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ചാർജിങ് പോയിന്റ് ഒക്കെ ഈ ഒരു ഫ്രണ്ടിലേക്ക് കിട്ടുന്നത്. നമുക്ക് നേരത്തെ ടിയാഗോ എടുത്താലും നമുക്ക് ബാക്കിലാണ് അതിൻ്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. ഇപ്പോൾ അതുപോലെ നമ്മുടെ ഹാരിയർ എടുത്താലും ബാക്കിലാണ് വരുന്നത്. പക്ഷേ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കറക്റ്റ് EV പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ് പഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ടിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഐസ് എഞ്ചിനുമായിട്ട് ഹുഡിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. മാറ്റം വരുന്നത് ഈ ഒരു ബമ്പർ സൈഡിലാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് EV വെഹിക്കിളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിലേക്ക് മാറി. ഇതാണ് ചാർജിങ് പോയിന്റ് വരുന്നത്. പുതിയൊരു അപ്ഡേഷൻ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു 135 കിലോമീറ്റർ ഓടുന്ന രീതിയിലേക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിക്കേണ്ടത് 65 കിലോമീറ്റർ ഫാസ്റ്റ് ചാർജറാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ താഴെയാണെങ്കിൽ ചെറിയ വേരിയേഷൻ നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് വണ്ടി അത്യാവശ്യം ചാർജ് ചെയ്ത് നമുക്കൊരു ഡിസ്റ്റൻസിലേക്ക് പോകാം എന്നുള്ളതാണ് അതിനകത്തുള്ള അഡ്വാൻറ്റേജ്. ഇനി അതുപോലെ തന്നെ ബമ്പറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ഗ്രില്ലോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഒരു ലോവർ ഗ്രില്ല് മാത്രമാണ് വരുന്നത്. ലോവർ ഗ്രില്ലിൻ്റെ കളർ ഒരു ഗ്രേയിലേക്ക് വന്നു. നമുക്കറിയാലോ, നമുക്കൊരു ബാറ്ററി ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ സിസ്റ്റത്തെ ഡിനോട്ട് ചെയ്യുന്ന കളർ എപ്പോഴും ഗ്രേ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു സിസ്റ്റത്തിലല്ല ഈ ഒരു ഗ്രേ കൊണ്ടുവന്നത്. പക്ഷേ ഗ്രേ എന്നൊരു കളറിലേക്ക് വണ്ടിയെ കൊണ്ടുവന്നു. EV ആണെന്നുള്ള ഒരു അഡീഷണൽ ഒരു ഇൻഡിക്കേഷനാണ് ഈ ഗ്രേ കളർ എപ്പോഴും. അപ്പോൾ ഗ്രേ ഗ്രില്ലാണ് വന്നേക്കുന്നത്. അതിൻ്റെ വെർട്ടിക്കൽ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ പാറ്റേൺ ഒക്കെ നല്ല അടിപൊളിയാണ്. ഒരു കർവ് കൊടുത്ത് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്കിൽ പ്ലേറ്റിൻ്റെ ഈ ഒരു പോർഷനും രസകരമാണ്. അത്യാവശ്യം ഒരു സ്കേറ്റിംഗ് പോലൊക്കെ കൊടുത്ത് വളരെ രസകരമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പറയാം. അതുപോലെ ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. 360 ക്യാമറയുണ്ട് വണ്ടിയിൽ. അതുപോലെ മറ്റൊരു കാര്യം അത് മാറി എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഇപ്പോൾ നമുക്ക് നോർമൽ ഒരു DRL ആക്കി മാറ്റിയിട്ടുണ്ട്. അത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടും. ഇനി ഇവിടെയാണ് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നേക്കുന്നത്. ഹെഡ് ലാമ്പ് നേരത്തെ ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഗാർണിഷിംഗ് ഇപ്പോൾ ഗ്രേയിലേക്ക് മാറി. നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കോർണറിംഗ് ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണെന്ന് വെച്ചാൽ ഹൈ ബീം സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ അലർട്ട് ചെയ്യും. അഡാസ് ഇല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു അഡീഷണൽ ഫംഗ്ഷൻ നമുക്ക് ഹെഡ് ലാമ്പ് സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിൻഷീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണൽ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ EV വാഹനങ്ങളിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റിൽ പോലും അത്ര ഈ ഓട്ടോ ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് വൈപ്പ് അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അത് നല്ല ഒരു ഡീസന്റ് ഫീച്ചർ ആണെന്ന് വെച്ചാൽ പ്രൈസ് മിക്കവാറും ഒരു കൂടുതൽ ആടുമെന്ന് നമുക്ക് പെട്രോൾ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തോന്നുമെങ്കിലും പക്ഷേ ഇത്രത്തോളം ഫീച്ചേഴ്സ് എപ്പോഴും റിച്ച് ആയിട്ടാണ് ഈ വാഹനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്നത്. ഇനി സൈഡിലെ ക്ലാഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിപ്പം തന്നെയാണ് നോർമൽ നമ്മുടെ ഈ പഞ്ചിൽ വരുന്നത്. നമ്മുടെ വീൽ ആർസിൽ വരുന്നുണ്ട്, റണ്ണിംഗ് ബോർഡിൽ, അതുപോലെ ഡോർ സൈഡിലെല്ലാം ആ ക്ലാഡിംഗ് നല്ല രീതിയിൽ പോകുന്നത്. അതുപോലെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്ക് 195 mm ആണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന് പറയാം. അപ്പോളോ ടയർസ് ആണ് വന്നേക്കുന്നത്. 195/60 16 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സസ്പെൻഷൻ ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. നോർമൽ പഞ്ച് വരുന്ന സസ്പെൻഷൻ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, 360
360 ക്യാമറ യൂണിറ്റ് വരുന്നത്. ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള മിററാണ് വണ്ടിയിലുള്ളത്. നമുക്ക് 7ഓളം കളറിൽ വണ്ടി അവൈലബിൾ ആണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്, റെഡ് വരുന്നുണ്ട്, യെല്ലോ ഒക്കെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് കളറാണ്. യെല്ലോ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ കളർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ലുക്കിംഗ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് കളറാണ്. എനിക്കൊന്ന് റെഡും അതുപോലെ യെല്ലോ കളറും. 90 ഡിഗ്രി ഡോർ ഓപ്പണിംഗ് നമ്മുടെ പഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫ്രണ്ടും ബാക്ക് രണ്ട് ഡോറും 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാം. പിന്നെ റൂഫൊക്കെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ കളറാണ്. നമ്മൾ സൈഡിൽ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നേരത്തെ നമ്മൾ നോർമൽ പഞ്ചിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് സൈഡിൽ പറയാനുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ കണക്റ്റഡ് ടെയിൽ ലാമ്പാണ്. അത് രസകരമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വിൻഷീൽഡ് കാണാം. അത് ഡിഫോഗർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഷാർക്കിൻ ആൻറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാനില്ല. അങ്ങനെ ഒരു വ്യത്യാസം ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാം. ടാറ്റയുടെ ലോഗോ ഉണ്ട്. ഇവിടെ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. പഞ്ച് EV എന്ന് പറഞ്ഞ ലോഗോ വന്നിട്ടുണ്ട്. അത് ആ പുതിയ കളർ തീമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. ബമ്പർ യൂണിറ്റ് ഫുള്ളി ഗ്രേ വന്നു. താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് അലൂമിനിയം കളറിലേക്ക് വന്നു. ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വരുന്നത്. ബൂട്ടിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ബൂട്ട് സൈസ് തന്നെ 366 ലിറ്ററാണ് ബൂട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് സ്പെയർ വീൽ അല്ല വരുന്നത്, പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടിയിൽ വരുന്നത്. നമുക്ക് ഇന്റീരിയറിലേക്ക് വരാം. ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്കൊന്ന് മറ്റേ ബ്ലാക്കിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല അട്രാക്റ്റീവ് പ്രീമിയംനെസ്സും തോന്നുന്നത് ഈ ഒരു കളറിലാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അതുപോലെ നമുക്ക് ആ ടാറ്റ ടിവിയുടെ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റ് ഇവിടെ ഫാബ്രിക് ആണ്, ഇവിടെ ലെതറേറ്റ് ആണ്. ലെതറേറ്റ് ആണെങ്കിലും പക്ഷേ ഒരു സോഫ്റ്റ് ഫാബ്രിക് പോലുള്ള ഫീൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രിഫറേറ്റഡ് മെറ്റീരിയൽ ആണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ സ്വിച്ചാണ്. നമുക്ക് വെന്റിലേഷൻ ഫംഗ്ഷൻ ഫ്രണ്ട് 2 സീറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ രസകരമായ സീറ്റ് തന്നെയാണ് കേട്ടോ. സൈ സപ്പോർട്ട് അത്യാവശ്യം ഓക്കെയാണ്. ഹൈറ്റ് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഈ വണ്ടികളൊക്കെ ഇത് ഓക്കെയാണ്. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഹെഡ് റെസ്റ്റുകളെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 2 ഫ്രണ്ടിൽ 5 വരുന്നില്ല, 4 മൊത്തം. അപ്പോൾ ഇത്രയാണ് സീറ്റിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഡോർ സൈഡിലേക്ക് വരുമ്പോൾ ആ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഇവിടെ ആ ഒരു ടെക്സ്റ്റ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ഇത് പണ്ട് പലരും മോശമായിട്ട് പറഞ്ഞ കാര്യം, പക്ഷേ എങ്കിലും നിലനിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു ചെറിയൊരു ഒരു ടെക്സ്ചർ ഫീലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക്, അതിനകത്ത് ഈ ഒരു വിൻഡോ കൺട്രോളിന് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്വിച്ച് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. രസകരമായിട്ട് കിട്ടും. വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകൾ. കുറച്ച് സ്പേസ് ഫ്രീ ആയെന്നുള്ള ഒരു ഫീലിലേക്ക് വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ അത്യാവശ്യം വലിപ്പമുള്ള ഡോർ ഹാൻഡിൽ ഗ്രേ തീമാണ് കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടിൽ സ്പേസ്, അംബ്രല്ല സ്പേസ്, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. സ്പീക്കർ സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. ഹാർമൺ ഗാർഡൻ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ഡാഷ്ബോർഡും ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. AC വെന്റ് എല്ലാം പഴയ സ്ട്രക്ചർ തന്നെ. അതിനൊരു ഗാർണിഷിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബട്ടൺസ് ഇല്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഒരു വാലറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ടിയാഗോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതുണ്ട് കേട്ടോ. ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് സ്റ്റിയറിംഗിൽ വരുന്നത്. ഓക്കെ, ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ആണ് നമുക്ക് കിട്ടുന്നത്. 2 സ്പോക്ക് വരുന്നുണ്ട്. എയർ ബാഗ് 6 സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ESPയും സ്റ്റാൻഡേർഡ് ആണ് വണ്ടിയിൽ വരുന്നത്. ഏകദേശം 20 സേഫ്റ്റി ഫീച്ചേഴ്സ് വണ്ടിയിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എപ്പോഴും സേഫ്റ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ. ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനമാണ് പണ്ട് തൊട്ടേ. ഈ ഒരു സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. 10.25 ഇഞ്ചാണ് സ്ക്രീനിന്റെ സൈസ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻ നമുക്കറിയാം. അത്രത്തോളം റേഞ്ച് ഓടി. 373 കിലോമീറ്റർ ആണ് ഈ റേഞ്ച് കാണിക്കുന്നത്. 94% ബാറ്ററി ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാക്ടിക്കലി 355 കിട്ടുമെന്ന്. അതിന് മേളിൽ നമുക്ക് കൃത്യമായിട്ട് ഓടിച്ചാൽ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് കാണുന്നത്. റീജനറേഷൻ കാണാം. നമുക്ക് റീജനറേഷൻ്റെ കൺട്രോൾ കാണാം. ഈ ഒരു പെഡലാണ് നമുക്ക് 3 റീജനറേഷൻ മോഡ് നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഓടിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് റീജനറേഷൻ കൺട്രോൾ ചെയ്യാം. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾ, ഫോൺ കൺട്രോൾ, പിന്നെ ഈ ഒരു ഭാഗം ലെതറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്ലസ്റ്ററിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ എടുത്ത് കാണിച്ചു തരാം. ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വന്നിട്ടുണ്ട്. അത് ഓരോ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ക്യാമറയുടെ നമുക്ക് ആ ഒരു കാര്യം ഇവിടെ കിട്ടും. പിന്നെ ഡിസ്റ്റൻസ്, ആവറേജ്, കൺസപ്ഷൻ എങ്ങനെ വരുന്നുണ്ട്, അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻ ഇവിടെ കിട്ടും എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. ഈ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുമ്പോഴത്തേക്ക് 10.25 ആണ്. ഫ്ലോട്ടിംഗ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് പെയർ ചെയ്യാം. പിന്നെ അത്യാവശ്യം കണക്ടിവിറ്റി ഫീച്ചർ ആമസോൺ അലക്സ വരുന്നുണ്ട്, പ്രൈം വീഡിയോ വരുന്നുണ്ട്. EVയുടെ എക്കോ സിസ്റ്റം ഫുള്ള് നമുക്ക് ഇതുവഴി ഓപ്പറേറ്റ് ചെയ്യാം. ജിയോ 7 അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. പിന്നെ AC വെന്റിന്റെ സ്ട്രക്ചറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് കൂളിംഗ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ആ ട്രൈയാര പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റലും ഫിസിക്കലും ആയിട്ടുള്ള സ്വിച്ചസ് ആണ് ഇവിടെ കൺട്രോൾ ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ടല്ലോ, ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന കൺട്രോളാണ് ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഗണ്ണ് ഊരണമെങ്കിൽ ഈ ഒരു അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ ചാർജിങ്ങിന് ശേഷം ഗണ്ണ് ഊരാൻ പറ്റത്തുള്ളൂ. ചാർജിങ് ഗണ്ണ്. ബാക്കി ഹൈ ബീം, ഹിൽ ഡിസെന്റ്, ലോക്ക്, അൺലോക്ക്, 360 ക്യാമറ, അങ്ങനെ പല കൺട്രോൾസ് ആണ് ഈ ഒരു യൂണിറ്റ് കാണുന്നത്. 3D കിട്ടും, 2D കിട്ടും, പല വ്യൂ നമുക്ക് കിട്ടും. പല ക്യാമറ വ്യൂ എടുക്കാം, ഫ്രണ്ട് വ്യൂ മാത്രം എടുക്കാം. നമുക്ക് ഇഷ്ടമനുസരിച്ച് സെറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സീപോർട്ട് ചാർജിങ് യൂണിറ്റ് അത് 65 വാട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വേണമെങ്കിൽ കുത്തി ചാർജ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു Aയും Cയും കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി എല്ലാ കാര്യങ്ങളും ഇത്രയും കിട്ടണമെങ്കിൽ നമുക്ക് ടോപ്പ് ആയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. ഇതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത്. പഴയ ടൈപ്പ് തന്നെ ഒരു ഗാർണിഷിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പാർക്കിംഗ് ആണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഇങ്ങനെ സിസ്റ്റമാണ്. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്നൊക്കെ കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് പാർക്കിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പാർക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാർക്ക് ബ്രേക്ക് എൻഗേജ് ആവും. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഓട്ടോ ഹോൾഡൊക്കെ നമുക്ക് വരുന്നത് ടോപ്പ് എൻഡിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ
കൊടുത്തേക്കുന്നത്. ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ വാലറ്റോ അല്ലെങ്കിൽ കീ ഒക്കെ വെക്കാം. കറക്റ്റ് എനിക്കൊന്ന് കീ വെക്കാനുള്ള സ്പേസാണ്. കീ പ്രോപ്പറായിട്ട് ഇരിക്കാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കീ വെക്കാം. കീ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സ്പോർട്ട് മോഡ്, ഇക്കോ മോഡ് കൊടുത്തിട്ടുണ്ട്. നോർമൽ മോഡിലായിരിക്കും വണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്ക് ഗ്ലൗ ബോക്സിലേക്ക് പോകാം. ഗ്ലൗ ബോക്സിൽ കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. ഗ്ലൗ ബോക്സിന് 2 തട്ടുകളായിട്ടാണ് ഗ്ലൗ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നോർമലി നമ്മുടെ പഞ്ച് കാണുന്ന പോലെ അതിനകത്ത് മാറ്റങ്ങളില്ല. കളറിന് മാത്രമേ മാറ്റമുള്ളൂ. റിയർ വ്യൂ മിറർ അകത്തെ അത് നമുക്ക് ഇലക്ട്രോണിക് മിററാണ്. ഇലക്ട്രോണിക് ആയിട്ട് ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷനുള്ള മിററാണ്. ലൈറ്റ് LED ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് SOS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഒരു ബട്ടൺ കൊടുത്ത് നമുക്ക് ചെക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ടാറ്റയ്ക്ക് കോൾ പോയി. ടാറ്റ അസിസ്റ്റ് ആണ്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. കോൾ വരും. നമ്മളെ അസിസ്റ്റ് ചെയ്യാനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അഡീഷണൽ വരുന്നത് നമ്മുടെ സൺറൂഫ്, ചെറിയ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വോയിസ് കമാൻഡ് ഉണ്ടോ, വോയിസ് കമാൻഡ് വഴി ഓപ്പൺ ചെയ്യാം. സെക്കൻഡ് റോയിൽ സ്പേസിംഗ് ഒന്നും വ്യത്യാസമില്ല. നമ്മുടെ നോർമൽ ഐസ് എഞ്ചിൻ കാണുന്ന സ്പേസിംഗ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സൈസ് സപ്പോർട്ട് ഓക്കെയാണ്. ഫാബ്രിക് അല്ല, ലെതറൈറ്റ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. രസമുണ്ട്. ഈ ഒരു ഭാഗം ഭയങ്കര സോഫ്റ്റ് ഫീലും ഇവിടെ ഒരു നോർമൽ ഫീലുമാണ് വരുന്നത് കേട്ടോ. ബാക്കിലെ 2 ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നോർമൽ ആം റെസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇത് മാക്സിമം ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ആയിരിക്കും കിട്ടുക. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഒരു 15 വോൾട്ടിന്റെ സി പോർട്ട് ചാർജിംഗ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നേരത്തെ ഒരു AC വെന്റ് ഉണ്ടായിരുന്നു, അത് ഇപ്പം ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, കാരണം ചെറിയ വാഹനമാണ്, ചെറിയ ക്യാബിൻ സ്പേസ് ആണ്. മാക്സിമം കൂളിംഗ് ബാക്കിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഈ ഒരു വാഹനത്തിൽ വരേണ്ട കാര്യമില്ല. അതില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഈ ഒരു വാഹനം സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തത്. പുതിയ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് 40 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോവാട്ട് ബാറ്ററി പാക്കിൽ നമുക്ക് 130 BHP ആണ് പവർ വരുന്നത്. ടോർക്ക് 158 Nm. ഇനി നമ്മൾ 30 കിലോവാട്ടാണ് ബാറ്ററി പാക്ക് വരുന്നതെങ്കിൽ 88 BHP ആയിരിക്കും ഇതിന്റെ പവർ വരുന്നത്. അങ്ങനെ ചെറിയൊരു വ്യത്യാസം രണ്ടും ഉണ്ട്. പക്ഷേ EV ആയതുകൊണ്ട് തന്നെ അതിൽ കുറവായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരിക്കും വണ്ടിക്കുള്ളത്. കാരണം ടോർക്ക് അത്യാവശ്യം 2 ബാറ്ററി പാക്കിനും ടോർക്ക് സെയിം ആണ്. ആ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു വേരിയേഷൻ ഉണ്ട്. പിന്നെ 0 to 100 ഇപ്പോൾ ടോർക്കും BHP സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 9 സെക്കൻഡ് കൊണ്ട് നമുക്ക് 40 കിലോവാട്ട് ബാറ്ററി പാക്ക് ആണെങ്കിൽ വണ്ടി ആ ഒരു സ്പീഡ് ലിമിറ്റ് എത്തും. അത് ഒരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ അത് നിങ്ങൾ സ്വയം കൺസിഡർ ചെയ്താൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പീഡിന്റെ കാര്യം പറഞ്ഞു. ഒരു 0 to 100 9 സെക്കൻഡ് കൊണ്ട് എത്തും. അത്യാവശ്യം നമ്മളൊന്ന് സ്പീഡ് എടുത്ത് ബ്രേക്ക് ചെയ്ത് നോക്കി അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, ഒന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടയറിന്റെ തേയ്മാനം വരെ നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ തന്നെയാണ് ഒരു ഫാക്ടർ. പിന്നെ EVക്ക് നോർമലി കുറച്ച് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ടും ടയർ തേയ്മാനം വരാം. പക്ഷേ ഈ വാഹനങ്ങളിലൊക്കെ 40 കിലോവാട്ടാണ് ബാറ്ററി പാക്ക് വരുന്നത്. അതിനകത്തൊക്കെ ഒരു 35,000-40,000 കിലോമീറ്റർ ഓടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ. അല്ലാതെ വലിയ പ്രശ്നം നമുക്ക് ആ ഒരു ഏരിയയിൽ ഫീൽ ചെയ്യേണ്ട കാര്യം. ഇനി ടേണിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മികച്ചതാണെന്ന് തന്നെ പറയാം. നമുക്ക് സ്പോർട്ട് മോഡിലൊന്ന് അപ്പോൾ എബോ 100 ആയി. 9 സെക്കൻഡ് എടുത്തോളതൊന്നും കൃത്യമായിട്ട് അറിയില്ല. എന്തെങ്കിലും രസമാണ് വണ്ടി ഓടിക്കാൻ. നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ലപോലെ ബ്രേക്കിംഗ് നമുക്ക് പറ്റുന്നുണ്ട്. ആ രീതിയിലൊക്കെ വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വാഹനമാണ്. അത്യാവശ്യം സേഫാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് ചാർജൊക്കെ ഒരു ഫാക്ടറായിട്ട് പലരും പറയാറുണ്ട്. വളരെ കുറവാണ്. ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ നമുക്ക് EVയിൽ വരുന്നുള്ളൂ. പിന്നെ ഇപ്പം ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ് നമുക്ക് വാറണ്ടി 15 വർഷം വാറണ്ടി നമുക്ക് വണ്ടിക്ക് ത്രൂ ഔട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഞ്ച് EVയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. ഡൗൺ പേയ്മെൻറ്റ് വലിയ പേയ്മെൻറ്റ് കാര്യം ഒരു 1 lakh ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പഞ്ച് EV നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീലർഷിപ്പിലൊക്കെ വണ്ടി വന്ന് തുടങ്ങാൻ പോകുന്നു ടെസ്റ്റ് ഡ്രൈവറായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത ശേഷം വണ്ടി താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ഒരു ഷോർട്ട് ഡ്രൈവിന്, ഒരു സിറ്റി ട്രാഫിക്കിനൊക്കെ ഏറ്റവും നല്ലൊരു വണ്ടിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതാണ് പുതിയ പഞ്ച് EV. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി പാക്കേജ് വന്നു 30 കിലോവാട്ടും 40 കിലോവാട്ടും. അപ്പോൾ അത്യാവശ്യം റേഞ്ച് ഉണ്ട്. നമുക്ക് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ആ രീതിയിൽ ഒരു കൺവീനിയൻ്റ് ആയി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ന് കാണാം.